സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. സ്വർഗവാണി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ നല്ലൊരു ദിവസം ഇന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കോളിലേക്ക് കടക്കാം. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? എന്റെ പേര് അക്ഷയ് എന്നാണ്. അക്സ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കോട്ടയത്തുനിന്ന്. കോട്ടയം. ഓക്കെ. എന്തുണ്ട് കോട്ടയത്ത് വിശേഷങ്ങളൊക്കെ? കോട്ടയത്തൊക്കെ നല്ല മഴയാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, പിന്നെ ഞാൻ മാരീഡ് ആണ്. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. അക്സ, എന്തായാലും ഒത്തിരി സന്തോഷം. അക്സ, ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാട്ട് പാടാമോ? അയ്യോ, ഇപ്പൊ തന്നെ പാടണോ? ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടിക്കോ. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്നുള്ള പാട്ട്. ഓക്കെ, ശരി, പാടിക്കോ. അതിന്റെ രണ്ടുപേരും ഞാൻ പാടിക്കോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അക്ഷയ് വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഓ, താങ്ക് യു. ഇന്ന് ഞങ്ങൾ പാടേണ്ട ഏതെങ്കിലും പാട്ടിന്റെ സജഷൻ ഉണ്ടോ അക്സയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി? അങ്ങനെ പ്രത്യേകിച്ച് പാട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഈ പാട്ടിന്റെ ഒരു സ്റ്റാൻസ് ഞങ്ങൾ അക്സയ്ക്ക് വേണ്ടി പാടാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. ഇത് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം കോട്ടയത്തുനിന്ന് അക്സയാണ് നമ്മൾ വിളിച്ചത്. നല്ലൊരു പാട്ട് പാടി. അതെ. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ ഒരു സ്റ്റാൻസ അക്സയ്ക്ക് വേണ്ടി അങ്ങ് പാടാം. ശരി. ഓക്കെ, ശരി. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഏത് ഒക്കേഷനിലും പാടാൻ പറ്റുന്നൊരു നല്ല പാട്ടാണ്. ഏത് ഒക്കേഷൻ്റെയും സ്റ്റാർട്ടിങ് സോങ് ആയിട്ട് പാടാം. എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സോങ് ആണ് നമുക്ക് വേണ്ടി അക്സ പാടിയതും അതിന് ബാലൻസ് ആയിട്ട് അക്സയ്ക്ക് നമുക്ക് പാടി കൊടുക്കാൻ പറ്റിയതും എല്ലാം വളരെ ഒരു ബ്ലെസ്സിങ് സോങ് ആണ്. കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാ വിളിക്കുന്നത്? ഞാൻ ഫാദർ ഡൊമിനിക് ആണ്.
ഫാദർ ഡൊമിനിക്. ഡോൺ ബോസ്കോ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. സുൽത്താൻ ബത്തേരിയിലാണ്, വയനാട്ടിലെ. ഓ ഓ ശരി ശരി. ഞങ്ങൾ വയനാട്ടിൽ അല്പം ബുദ്ധിമുട്ടിലാണ്. ഓക്കെ. ഓക്കെ ഓക്കെ. ഫാദർ ഏത് ചർച്ചാന്ന് പറഞ്ഞത്? ഡോൺ ബോസ്കോ കോളേജ്, സുൽത്താൻ ബത്തേരി. ഓക്കെ ഓക്കെ. ഫാദർ അവിടെ ഇടവകയിലൊക്കെ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ ഒരു കോളേജാണുള്ളത്. ഓ ശരി ശരി. കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ആണല്ലേ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഫാദർ തന്നെ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. ഓക്കെ. നമ്മുടെ ഈ സ്റ്റുഡിയോ കോംപ്ലക്സിനോട് ചേർന്നിട്ടൊരു ബൈബിൾ മ്യൂസിയം ഉണ്ട്. ഫാദറിന് അറിയാമോ അതിനെ പറ്റി? ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലേ? അതെ. ഓക്കെ ഓക്കെ. എന്തായാലും അങ്ങനെ വരുന്നത് വളരെ ഒരു ബ്ലെസ്സിങ് ആണ്, ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും കഴിവതും ചർച്ചിൽ ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത എല്ലാ മെമ്പേഴ്സിനോടും പറയുക. എല്ലാവരെയും കൂട്ടി ഒരിക്കൽ കൂടി ഞങ്ങളുടെ മ്യൂസിയത്തിൽ ഒന്ന് വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ഫാദർ, ഞങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി സോങ് പാടാമോ? ഓക്കെ, പാടിക്കോളൂ. നന്ദിയോട് ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ മുൻപിലത്തെ കോളർ ഈ സെയിം പാട്ടാണ് പാടിയത്. അപ്പൊ എല്ലാവരുടെയും ജീവിതമായിട്ട് അധികം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ്. അപ്പൊ നന്ദിയുള്ള ഹൃദയമുള്ളവരെല്ലാം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും ദൈവത്തിനോട്. എന്തായാലും ഫാദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം ഫാദർ വിളിച്ചതിൽ. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം. ഓക്കെ ഫാദർ, ഗോഡ് ബ്ലെസ്. ഓക്കെ ഓക്കെ. നമ്മൾ വിളിച്ചത് ഫാദർ ഡൊമിനിക്. അതെ, ഫാദർമാരുടെ ഒക്കെ കോമൺ ആയിട്ടൊരു നെയിമാണ് ഡൊമിനിക്. അതെ. അപ്പൊ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് അവരെ ഓൾറെഡി കർത്താവ് വിളിച്ചിരിക്കുന്നത് ജനിക്കുമ്പോഴേ. നമ്മൾ കോളേജിലൊരു പ്രിൻസിപ്പളാണ്. അതെ അതെ. ഒത്തിരി അങ്ങനെ നമ്മളെ വിളിച്ച് സംസാരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. അതെ. ഓക്കെ, ഫാദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളിലൊക്കെ ഒത്തിരി വർദ്ധിച്ചു വരാൻ ദൈവം സഹായിക്കട്ടെ. അതെ. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് ഫാദറിനും ചർച്ചിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടി പാടിയിട്ട് നമുക്ക് തിരികെ വരാം. ഓക്കെ. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. ഈ പാട്ടും നമ്മൾ മുൻ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പാസ്റ്റർ രാജേഷ് അലപ്പാറ എഴുതിയാണ്. എനിക്ക് ഈ പാട്ടിലൊരു വരി ഇഷ്ടമെന്ന് വെച്ചാൽ,
ഇങ്ങനെ കണ്ണിൽ തന്നെ നോക്കിയതിനാൽ ഭയപ്പെടുവാൻ നേരമില്ല. അതായത് കർത്താവിൻ്റെ കണ്ണിൽ കർത്താവിൽ തന്നെ പ്രത്യാശ വെച്ചിരിക്കുന്നതുകൊണ്ട് തുമ്പമൊന്നും നമുക്ക് ഏശതില്ല. നമുക്ക് ഭയപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ല. എഴുത്ത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു രസകരമെന്നല്ല, നല്ലൊരു ഫീലിലാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത്. ഈ സോങ്സ് ഒക്കെ എഴുതുന്ന ദേവദാസന്മാരെ നമ്മൾ ഒരു ദിവസം അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ദേവദാസന്മാരും അല്ലെങ്കിൽ അതേപോലെ അനുഭവമുള്ളവരാണ്. അപ്പം ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരൊക്കെയും ഇങ്ങനെ ഇത്രയും മനോഹരമായ വരികൾ അവരുടെ ഉള്ളിൽ നിന്നും നല്ലൊരു പാട്ട് പാടാൻ, ഈ പാട്ട് ഒരിക്കൽ കൂടി പാടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക്. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? റെൻസി. ബെൻസി റോയ്. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ? എന്റെ വീട് അടൂര്. ഓക്കെ. അടൂരൊക്കെ എന്തുകൊണ്ട് വിശേഷം? അടൂര് നല്ല വിശേഷം. മഴയൊക്കെയാണ്, തണുപ്പൊക്കെ ഉണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടില് ഇപ്പൊ പപ്പയും മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. 2 ചേച്ചിമാരുണ്ട്. അവർ രണ്ടുപേരും ജോലിക്ക് ദൂരെയാണ്. ഓ ശരി ശരി. ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ടുകൂടി പാടിത്തരണം. ആണോ? രണ്ടുപേരും മതി. ശരി, പാടിക്കോ. ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ കൂകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത, എത്ര തോന്നിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തിന്നിക്കുവാനേ ജീവിതം പോരാ. ബെൻസി ചേച്ചി അതിമനോഹരമായിട്ട് പാടി കേട്ടോ. എന്നാൽ ഒത്തിരി സന്തോഷം ബെൻസി ചേച്ചിയോട് സംസാരിക്കാനും അതുപോലെ നല്ലൊരു പാട്ട് കേൾക്കാനൊക്കെ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വീട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ അന്വേഷണം അറിയിക്കണം കേട്ടോ. ഞങ്ങൾ ബെൻസി ചേച്ചിക്ക് വേണ്ടി പാടിത്തരേണ്ട ഏതെങ്കിലും പാട്ടിന്റെ സജഷൻ ഉണ്ടോ? സ്നേഹവേഗിടണം. ഏതാ ഒരു പാട്ടില്ലേ, സ്നേഹവേഗിടണം മനം നീറുമ്പോൾ? എനിക്കിപ്പം ആ പാട്ടിനെ ഞങ്ങൾക്ക് അറിയില്ല. വരും എപ്പിസോഡുകളിൽ ആ പാട്ട് കേൾക്കുവാണെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ട് പാടാം കേട്ടോ. അപ്പൊ ചേച്ചിക്ക് ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ്. അപ്പൊ നമ്മളെ വിളിച്ചത് അടൂരിന്ന് മറ്റേ ബെൻസി ചേച്ചിയാണ്. അതെ, വളരെ നന്നായിട്ട് പാടി. അതെ, നന്നായിട്ട് ഒരു പാട്ടൊക്കെ പാടി. എന്തായാലും നമുക്ക് ചേച്ചിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. എല്ലാം അറിയും ദുഃഖനാ
വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. മനോഹരമായ ഗാനമാണ്. ആശ്രയിപ്പാൻ എനിക്കൊരു കർത്താവുണ്ട്, അതെ, തളരാതെ മരുഭൂമിയിൽ പോകാൻ, എന്നെ കരുതും എന്നെ പുലർത്തും. അങ്ങനെ ഈ പാട്ടിൻ്റെ വരികളൊക്കെ നിങ്ങൾ ഒരുപാട് ആശ്വസിപ്പിക്കട്ടെ, ഒരുപാട് ധൈര്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ജിഷ. ജിഷ. ജിഷ എവിടുന്നാ വിളിക്കുന്നത്? കൊല്ലം. കൊല്ലത്തുനിന്ന് ജിഷ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, മമ്മി, ചേട്ടനുണ്ട്. ഓക്കെ. ജിഷ പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുവാണോ? ഞാൻ ഇപ്പൊ പഠിക്കുക. ഓക്കെ, എന്ത് പഠിക്കുവാ? നഴ്സിംഗ്. നഴ്സിംഗ്. ഓക്കെ. ജിഷക്കുട്ടി നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്, കാണാറുണ്ട്. സ്വർഗവാണി പ്രോഗ്രാം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പം നല്ലൊരു പാട്ട് ഞങ്ങൾ ജിഷയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പാടാറില്ല. എങ്കിലും രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാട്. ഞാൻ പാടാറില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പം ജിഷിമോക്ക് ഞങ്ങൾ പാടേണ്ട ഏതെങ്കിലും ഒരു പാട്ടിന്റെ സജഷൻ ഉണ്ടോ? കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി തീർന്നു. ഓക്കെ, കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി. വേറെ വിശേഷങ്ങളൊക്കെ പറ. കൊല്ലത്ത് എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, മഴയാണ്. ആണല്ലേ? എല്ലാ അവസ്ഥകളും മാറി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഒത്തിരി ചൂട് അനുഭവിച്ചില്ല. അപ്പം ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറി, ചൂട് മഴ. ഇപ്പം അങ്ങനെ സീസൺ ഒന്നും ഇല്ല അല്ലേ? ഇഷ്ടമുള്ളപ്പോൾ മഴ പെയ്യുന്നു, ഇഷ്ടമുള്ളപ്പോൾ നന്നായിട്ട് ചൂട് എടുക്കുന്നു. ഓക്കെ ജിഷ, വീട്ടിലെല്ലാവരും തിരക്കിയെന്ന് പറഞ്ഞേരെ കേട്ടോ. എല്ലാവരെയും ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേരെ. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ കൊല്ലത്തുനിന്ന് ജിഷയാണ്. ജിഷ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അതെ. അപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, നല്ലൊരു പാട്ട് പാടാനൊരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, എന്തായാലും ദൈവം ആ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ജിഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടാം. വളരെ മനോഹരമായൊരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മുടെ ഈ ടാലൻറ്റ് ടെസ്റ്റുകൾക്കൊക്കെ ഒത്തിരി കുട്ടികൾ വന്ന് ഈ പാട്ട് പാടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ എയർ പ്രോഗ്രാംസിനൊക്കെ ഞാൻ ഒരുപാട് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. വളരെ നല്ലൊരു പാട്ടാണ്. നമുക്ക് ആ പിക്ചറൊക്കെ നല്ല മനസ്സിൽ വരും നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. അതെ. എന്തായാലും ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ടൈം ഇവിടെ തീരുകയാണ്. ഇത്രയും നേരം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടൊക്കെ ഒപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അങ്ങനെ നമ്മുടെ നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വീണ്ടും അല്പനേരമായിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
ഇന്ന് ഞങ്ങളെ വിളിച്ചവരിൽ ഒത്തിരി പേര് പ്രയർ റിക്വസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല പാട്ടുകൾ പാടിത്തന്ന് ഒത്തിരി ഞങ്ങളെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ ഒത്തിരി സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നന്ദി.